മീഷോയേക്കാളും വിലക്കുറവിൽ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ് ആട്ടോ ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണ്ടവരെ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ. മീഷോയിൽ തന്നെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിലേ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുക. അതിലും കുറഞ്ഞ റേറ്റിലാണ് ഓൺലൈനായിട്ട് വാട്സപ്പ് വഴി ഓർഡർ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റൊക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ ഡ്രസ്സൊക്കെ അലക്കിയിടാൻ പറ്റിയിട്ടുള്ള ഇതുപോലെ റോപ്പാണ്. മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് അകത്തൊക്കെ ഒരുപാട് ഇതുപോലത്തെ റോപ്പ് കെട്ടിയിട്ടുണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും. അപ്പോൾ ഇതുപോലത്തെ ആകുമ്പോൾ കാണാൻ അത്ര ബോറുണ്ടാവില്ല. അപ്പോൾ അതുപോലത്തെ റോപ്പാണ്. നമുക്കിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് കൊളുത്തിയിടാൻ പറ്റും. സെക്കൻഡ് വൺ ഇതാ മൾട്ടി പേർപ്പസ് ആയിട്ടുള്ള ഇതുപോലൊരു ഡസ്റ്ററാണ്. ഇത് ഫാൻ ക്ലീനിങ് മാത്രമല്ല, ഇതിങ്ങനെ വളച്ചിട്ട് ഫാൻ ക്ലീൻ ചെയ്യാം. അത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ യൂസ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഇതാണ്. നമ്മുടെ സോഫയുടെ ഈ ഇതുപോലത്തെ ഇങ്ങനെ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇതിങ്ങനെ ഫ്ലാറ്റ് ആയതുകൊണ്ട് നമുക്കിതായി ഈ ഗ്യാപ്പിൽ ഇതുപോലെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. പൊടിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് മൈക്രോ ഫൈബർ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിയൊക്കെ പോകുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ താഴ്ഭാഗത്ത് എല്ലാം ഫ്ലാറ്റ് ആയതുകൊണ്ട് നല്ല ഈസിയാവും. അതേപോലെ ചുമരിലൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഇത് നമുക്ക് നനച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല അതിൻ്റെ മുകളിലെ കവർ ഊരിയിട്ട് നമുക്ക് അലക്കിയിടുകയും ചെയ്യാം കേട്ടോ. പിന്നെ സെക്കൻഡ് വൺ ഇതുപോലത്തെ ഒരു ബ്രഷാണ്. ഈ ഒരു ബ്രഷ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചാണ് കേട്ടോ. ഈ ഒരു ടൈപ്പിലുള്ള ബ്രഷ് ഒന്ന് കേട് വന്നപ്പോൾ ഞാൻ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി ബ്രഷാണ്. നമുക്ക് ചെരുപ്പ് ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചളി ഇളകിപ്പോവും. ഞാനിതുപോലെ ചളി പിടിച്ച ചെരുപ്പുകളായാലും ഷൂകളായാലും ഒക്കെ ഈ ഒരു ടൈപ്പ് ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യൽ. ഇതിൽ മുകളിൽ നമുക്ക് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ആ ഓറഞ്ച് സംഭവം ഒന്ന് പ്രസ് ചെയ്താൽ ലിക്വിഡ് താഴേക്ക് വീഴും. അത് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ താഴേക്ക് വീഴില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ അത്. പിന്നെ അതാ ഇതുപോലൊരു മോമോസ്, അതുപോലെ നമുക്ക് അടകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയുള്ള ഒരു ടൂളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ കിട്ടിയതുള്ളത്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതിയേ. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. എന്നിട്ട് സെയിം ഇതിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്താണോ ഫില്ലിങ് അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗത്ത് തിരിച്ചിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ നന്നായിട്ട് തന്നെ നമുക്ക് ഒരു അടയുടെ ഷേപ്പിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ അത് സൈഡൊക്കെ ഒട്ടിയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സംഭവം സെറ്റല്ലേ, എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ ഇതൊക്കെ. പിന്നെ വരുന്നത് നമുക്ക് ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ്. അതായത് ഇതുപോലത്തെ ബ്രഷ് നമുക്ക് ബോട്ടിലിൻ്റെ ഉള്ളിൽ കയ്യെത്താത്ത ബോട്ടിൽസൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്യാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. സിലിക്കൻ്റെ ഒരു മെറ്റീരിയലാണ് അതിൻ്റെ ആ ബ്രഷിൻ്റെ ഭാഗം വരുന്നത്. പിന്നെ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ്. തുടച്ചെടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ക്ലോത്ത് കേട്ടോ. നമുക്ക് ഗ്ലാസ് തുടക്കാൻ, അതുപോലെ കാറ് വാഷ് ചെയ്യുമ്പോൾ തുടക്കാൻ ഒക്കെ അടിപൊളിയാണ്. ഒരു സൈഡ് ഒരു ഗ്രേ ഷെയ്ഡും ഒരു സൈഡ് നമുക്ക് വേറെ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് അത് വരുന്നത്. അപ്പോൾ ഞാനൊരു കപ്പിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മുഴുവനായിട്ട് ഈ ഒരു ഇത് അബ്സോർബായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ വെള്ളം എത്രത്തോളം അബ്സോർബായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ തുടക്കലിന് അത് മുഴുവൻ പോയിട്ടുണ്ട്. പിന്നെ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഒരു ഹോൾഡറാണ് കേട്ടോ ഇത് നമുക്ക് ഞാൻ യൂസ് ചെയ്യാറ് ബ്രഷൊക്കെ ഇട്ട് വെക്കാനാണ് കേട്ടോ. യാത്രയിലൊക്കെ പോകുമ്പോഴൊക്കെ ബ്രഷും പേസ്റ്റൊക്കെ ഇട്ട് വെക്കാൻ ഞാൻ അത് യൂസ് ചെയ്യൽ. പിന്നെ നമുക്ക് കുട്ടികളുടെ പെൻസിൽ അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാം. പിന്നെ അതായത് ഇതുപോലെ ഒരു പൗച്ചാണ്. എനിക്കിത് മെയിനായിട്ട് ഞാൻ വാങ്ങിക്കാൻ കാരണം ഞാൻ എൻ്റെ ബാഗിൽ എൻ്റെ പിന്ന് ഇങ്ങനെ ഷോളിൽ ചുറ്റുന്ന പിന്നുകൾ, അതുപോലെ കുട്ടികളുടെ ഹെയർ ബൺസ് അതുപോലത്തൊക്കെ ഞാൻ അങ്ങനെ ബാഗിലിടാറാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പൗച്ച് വാങ്ങിച്ചതാണ് കേട്ടോ, ബാഗിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊരു മാജിക് കോമ്പായിട്ടാണ് വാങ്ങിച്ചത്. ഇത് ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതുപോലെ പ്രസ് ചെയ്താൽ അത് ഉള്ളിലേക്ക് അതിൻ്റെ ആ കോമ്പിൻ്റെ ഇത് ബ്രഷ് മുഴുവൻ പോവും. മക്കളൊക്കെ മുടി ചീകിയതിന് ശേഷം അവിടെ വെക്കും കേട്ടോ, മുടിയൊന്നും കളയാതെ. അപ്പോൾ അവർക്കിത് നല്ല യൂസ്ഫുള്ളാണ്. ഇതുപോലെ മുടി ചീകിയതിന് ശേഷം ഇതുപോലെ മുടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് ഉള്ളിലേക്കാണ്ട് വലിച്ചാൽ ആ മുടി പെട്ടെന്ന് അങ്ങ് റിമൂവ് ചെയ്യാൻ പറ്റും. അടിപൊളി സാധനം കേട്ടോ അത്. പിന്നെ അതായത് ഇതുപോലൊരു സോപ്പ് ഹോൾഡറാണ്. നമുക്ക് സോപ്പ് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കില്ല, നമ്മൾ ചിലപ്പോൾ നമ്മുടെ സോപ്പ് വെക്കുന്ന സ്റ്റാൻഡിലൊക്കെ വെക്കുമ്പോൾ. ഇതുപോലത്തെ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ സിലിക്കൻ്റെ ഒരു സംഭവമാണ് അടിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാണോ വെക്കുന്നത് അത് അവിടെ നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. പിന്നെ വെള്ളമൊക്കെ അതായത് ഇതുപോലെ ഒരു ചെരിവുള്ളതുകൊണ്ട് അതിലൂടെ അങ്ങ് ഒഴുകി പോവുകയും ചെയ്യും. അടിപൊളിയായി. അതൊക്കെ ചെറിയ റേറ്റിനായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതായത് പോലെ ഒരു ഫോൺ കവറാണ്. ഇതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് മഴയത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം നനയുന്ന സ്ഥലത്തൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഇതിലേക്ക് ഫോൺ ഇട്ട് വെച്ചാൽ മതി. ഒട്ടും വെള്ളം ഉള്ളിലേക്ക് പോകില്ല കേട്ടോ. അതിന് തെളിവായിട്ട് ഞാൻ വെള്ളത്തിൽ മുക്കിയിട്ട് തന്നെ കാണിച്ചു തരാം. നല്ലൊരു ഫോണാണിത്. വെള്ളത്തിൽ മുക്കിയിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഒട്ടും ഒരു ഡാമേജും വരില്ല. അതുപോലെ നമ്മുടെ ടച്ചൊക്കെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും കേട്ടോ. ഈ വെള്ളം ആയാലും ടച്ചൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഇതിൽ നിന്നിട്ട് തന്നെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. എല്ലാം കിട്ടുന്ന പ്രൊഡക്റ്റാണ്. ചെറിയ റേറ്റേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വേഗം തന്നെ അവരുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്